ഹിസ് ഹൈനസ് അബ്ദുള്ള എന്നൊരു സിനിമയുണ്ട് ഷാക്കറെ. അതില് പിന്നെ ഒരു കഥാപാത്രം ചോദിക്കുന്നുണ്ട്, ഏട്ടനെ വേദനിപ്പിക്കാണ്ട് കൊല്ലാൻ പറ്റുമോ എന്ന്. അതുകൊണ്ട് അതേപോലെ ഏട്ടനെ വേദനിപ്പിക്കാണ്ട് കൊല്ലുന്നത് പോലെ കാവ്യവൽക്കരിക്കാതെ PM ശ്രീ നടപ്പാക്കട്ടെ. PM ശ്രീ പദ്ധതി വലിച്ചു കീറി ചവറ്റുകൊട്ടയിൽ എറിയാൻ പറ്റാത്തത് കൊണ്ട് നിലപാട് ഇപ്പൊ തൽക്കാലം വലിച്ചു കീറി ചവറ്റുകൊട്ടയിൽ ഇട്ടിട്ടുണ്ട്. അതല്ലേ പറ്റൂ. ശ്രീ കെ ഷാക്കർ, ഇനി താങ്കളുടെ ഊഴമാണ്, താങ്കളുടെ ന്യായീകരണം കേൾക്കട്ടെ. അല്ല അഭിലാഷ്, ആദ്യം തന്നെ നിങ്ങൾ മുൻധാരണ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പറയുന്നത്. ഞാനിപ്പോൾ നിങ്ങൾ വെച്ചിട്ടുള്ള ഷാജിയുടെ പ്രസംഗം തന്നെ അടിവരയിട്ട് പറയുന്നു. ഷാജി പറഞ്ഞ വാചകത്തിൽ നിന്ന് പിറകോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഇന്നുണ്ടായിട്ടില്ല. ജവഹർലാൽ നെഹ്റുവിനെ മാറ്റിയിട്ടുള്ള, മഹാത്മാഗാന്ധിജി ഇല്ലാത്ത പാഠപുസ്തകങ്ങൾ കേരളത്തിൽ പഠിപ്പിക്കില്ല. ഒരു സംശയം വേണ്ട. ചവറ്റുകൊട്ടയിലിടും എന്നുള്ളതാണല്ലോ അതിലെ മൗലികമായ കാര്യം. PM ശ്രീ വലിച്ചു കീറി ചവറ്റുകൊട്ടയിൽ ഇടുന്നുണ്ടോ ഇല്ലയോ? നെഹ്റു അവിടെ നിൽക്കട്ടെ. അല്ല അഭിലാഷ, നിങ്ങൾ ഒരു വാചകത്തിലല്ല അതിന്റെ ആശയത്തിൽ പിടിക്കുക. ഒരു വാചകത്തിലല്ല, ഷാജി കൃത്യമായി പറയുന്നുണ്ട്. ഷാജി നിങ്ങൾ PM ശ്രീ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. UDF മുന്നണി യോഗം ചേർന്ന് പ്രഖ്യാപിച്ചു. അല്ലല്ല, നിങ്ങൾ ബഹുമാനായ അല്ല അഭിലാഷേ, PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ PM ശ്രീ പദ്ധതിയിൽ 2025 ഒക്ടോബർ 16 ഇവർ തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പിട്ട ശേഷം കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിങ്ങളെ പോലെയുള്ള മാധ്യമ പ്രവർത്തകരോട് അന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ കാവ്യവൽക്കരണത്തിനാണ് എതിര് നിൽക്കുന്നത്. ഇത് നിങ്ങൾ നെഗോഷിയേഷൻ നടത്തി ഇതിൽ കരിക്കുലത്തിലും സ്കൂളിൻ്റെ തെരഞ്ഞെടുപ്പിലും കേരള സർക്കാരിന് അവകാശമുണ്ടെങ്കിൽ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് പ്രതിപക്ഷ സമയത്ത് PK പറഞ്ഞതും ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, PK കുഞ്ഞാലിക്കുട്ടിയുടെ ആ വാചകങ്ങൾ ഞാൻ ജൂൺ 18-ന്റെയോ 19-ന്റെയോ സൂപ്പർ പ്രൈം ടൈമിൽ കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പോ UDF ഇന്ന് പറഞ്ഞ നിലപാട് ഫണ്ട് അർഹിച്ച ഫണ്ടാണ്, ആ ഫണ്ട് നമുക്ക് കിട്ടണം, അതുകൊണ്ട് PM ശ്രീ നടപ്പാക്കണം എന്നുള്ളതാണല്ലോ കൺവീനർ വിശദീകരിച്ചത്. അപ്പൊ ആ ചോദ്യത്തിനുള്ള ഉത്തരം അന്ന് PK കുഞ്ഞാലിക്കുട്ടി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ഫണ്ടിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഫണ്ട് കിട്ടണം, ഫണ്ട് അവകാശമാണ്, പക്ഷെ ആ ഫണ്ടിന് വേണ്ടി നമ്മൾ ആത്മാഭിമാനം പണയം വെക്കരുത് എന്നാണ് അന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. താങ്കൾ പറഞ്ഞ ഡേറ്റിലാണ്, അതിന്റെ മുഴുവൻ രൂപ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞാൽ ആ ഫണ്ടിന് വേണ്ടി എന്ത് ചെയ്യണം? പോയി ഒപ്പിട്ട് കൊടുക്കാണോ വേണ്ടത്? ഈ പദ്ധതി നടപ്പാക്കാണോ വേണ്ടത്? അല്ല, നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കണം. ആ ഫണ്ടിന് വേണ്ടി തമിഴ്നാട് സ്വീകരിച്ച രീതിയിൽ നിയമ പോരാട്ടം നടത്തണം, അതാണ് വേണ്ടത് എന്നാണ് കുഞ്ഞാലിക്കുട്ടി അന്ന് പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ നടത്തുന്നുണ്ടോ? നിങ്ങൾ അല്ല അഭിലാഷ, എന്നെ പറയാൻ സമ്മതിക്കും പ്ലീസ്. അതായത് KM ഷാജിയുടെ ഒരു പ്രസംഗമാണ് നിങ്ങൾ പലപ്പോഴും ഇതിന് എടുത്തു കാണിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, 2026 ഒക്ടോബർ 16 ഇത് ഒപ്പിടുന്നതിന് മുമ്പ് വരെ ഇപ്പം ഇരിക്കുന്ന എൻ്റെ സ്നേഹിതൻ ആർഷോ ഉൾപ്പെടെ SFI, AISF, KSU, MSF ഉൾപ്പെടെ അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വിളിച്ചു ചേർന്ന യോഗത്തിൽ PM ശ്രീ നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അത് ABVP മാത്രമാണ് അന്ന് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. എന്നിട്ട് ആരും അറിയാതെ അന്നത്തെ ഗവൺമെൻറ് SFI സമ്മേളനത്തിൽ പോയി ശ്രീ പിണറായി വിജയൻ പ്രസംഗിച്ചുൾപ്പെടെ PM ശ്രീക്ക് എതിരായിരുന്നു. എന്നിട്ട് ഒക്ടോബർ 10 നരേന്ദ്രമോദിയെ കണ്ട് ഒരു ദുരൂഹമായ കൂടിക്കാഴ്ച നമ്മുടെ മുമ്പിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഇനിയിപ്പോ KM ഷാജിയെ മാറ്റി നിർത്തിയാൽ PK കുഞ്ഞാലിക്കുട്ടിയുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകിയിട്ടുണ്ട്. എന്ത് വേണം നമ്മൾ എന്ന കാര്യത്തിന് വളരെ കൃത്യമായ ഉത്തരം നൽകിയിട്ടുണ്ട്. ഫണ്ടാണ് പ്രശ്നമെങ്കിൽ ആ ഫണ്ടിന് വേണ്ടി നമ്മൾ നിയമ പോരാട്ടമാണ് നടത്തേണ്ടത്, അല്ലാതെ കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി അംഗീകരിക്കലല്ല വേണ്ടതെന്ന് അസന്നിഗ്ധമായി അടിവരയിട്ട് താങ്കളുടെ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതാണ്. എപ്പോ? പ്രതിപക്ഷത്തിരിക്കുമ്പോ, ഭരണത്തിലിരിക്കുമ്പോ ഇതെല്ലാം മാറുന്നു, ഇതെല്ലാം വിഴുങ്ങുന്നു. BJP പറയുന്നത് എന്താ? മുസ്ലിം ലീഗിനെ കൊണ്ട് തന്നെ PM ശ്രീ നടപ്പാക്കുമ്പോൾ ഉള്ള സന്തോഷത്തെക്കാൾ വലുതായി ഒന്നുമില്ല എന്നാണ് BJP പറയുന്നത്. അങ്ങനെ BJPക്ക് രോമാഞ്ചമണിയാൻ, മുസ്ലിം ലീഗിനെ കൊണ്ട് PM ശ്രീ നടപ്പാക്കിച്ചു എന്ന രോമാഞ്ചമണിയാൻ അവസരം താലത്തിൽ വെച്ച് കൊടുക്കാണ്, കീഴടങ്ങി കൊടുക്കാണ്. ഒരു മുസ്ലിം ലീഗുകാരന് നാളെ കോഴിക്കോട് അങ്ങാടിയുടെ തല ഉയർത്തിപ്പിടിച്ച് നാലാളുടെ മുഖത്ത് നോക്കി നടക്കാൻ കഴിയോ ഷാക്കിറെ? ലജ്ജ കൊണ്ട് തല കുനിഞ്ഞു പോവില്ലേ? ഇത്ര കാലം പറഞ്ഞത് മുഴുവൻ മാറ്റി പറയേണ്ട അവസ്ഥയല്ലേ? നടത്തിയ പ്രസംഗം അല്ല, ഒരിക്കലുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വന്തം ഘടകകക്ഷിയായ CPI പോലും അറിയിക്കാതെ അമിത്ഷായും കഴിഞ്ഞ കാര്യമാണ്. അല്ല പറയാൻ സമ്മതിക്ക്. അല്ല അന്നാണ് ഒപ്പിട്ട്. അല്ല UDF എന്താ ചെയ്തത്?
UDF വല്ല നിലപാടെടുത്തോ? നടപ്പിലാക്കിയോ? നടപ്പാക്കാൻ അല്ല, നിങ്ങൾ കാത്തിരിക്ക്. അടുത്ത ബുധനാഴ്ച കേൾക്ക്. അല്ല ഉണ്ട്. നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയതിനെ കുറിച്ച് നിങ്ങൾക്ക് സംസാരമില്ല. അവർ ചെയ്തതും പറഞ്ഞതും രണ്ടാണ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് സംസാരമില്ല. ഇവിടെ ഐക്യജനാധിപത്യ മുന്നണി സംസാരിച്ചു. പറഞ്ഞത് എന്താണോ അത് തന്നെയാണ് ഇപ്പോഴും സ്റ്റാൻഡ്. മാറ്റമില്ല. പ്രശ്നമില്ല. ആഴ്ചകളോളം ഇടതുമുന്നണിക്ക് ആ തീരുമാനം പിൻവലിക്കേണ്ടി വന്നു. കീപ്പ് ഇൻ അബേൻസ് എന്ന് ഒപ്പിട്ട ആൾക്ക് തന്നെ കത്തയക്കേണ്ടി വന്നു. അതിനുശേഷം 2025 ഒക്ടോബറിന് ശേഷം ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇന്നലെ ജെബി മേത്തർക്ക് പാർലമെന്റിൽ രാജ്യസഭയിൽ കേന്ദ്ര സർക്കാർ കൊടുത്ത മറുപടിയുണ്ട്. ഇന്ത്യയിൽ 2 സംസ്ഥാനങ്ങൾ മാത്രമാണ് സ്കൂളുകൾ ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ വിട്ടുകൊടുക്കാത്തത്. അത് കേരളവും തമിഴ്നാടുമാണ്. ഈ നിമിഷം വരെയും കേരളം ഈ PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചെയ്തിട്ടില്ല. സ്കൂളുകൾ വിട്ടുകൊടുത്തിട്ടില്ല. സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടില്ല. കൊടുക്കും. ആര് കൊടുക്കും? N ശംസുദ്ദീൻ കൊടുക്കും. BJP-ക്കാരുടെ ഹർഷാരവങ്ങൾക്കിടയിൽ അവർ രോമാഞ്ചമണിഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗുകാർ PM ശ്രീ നടപ്പാക്കിക്കുന്നത് കണ്ട് അവർ കോരിത്തരിക്കും, കൈയടിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ഒരു ലീഗുകാരൻ ആത്മാഭിമാനത്തോടു കൂടി വഴിയിലിറങ്ങി നടക്കാൻ കഴിയുമോ ഇനി എന്നത് പറയാൻ സമ്മതിക്കും അഭിലാഷേ? പറയൂ. നിങ്ങൾ മാത്രം പറഞ്ഞു പോകല്ലേ. ഞങ്ങൾ അന്തസ്സായി ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് നേരത്തെ കുഞ്ഞാലൂർ സാഹിബ് പറഞ്ഞ് നിങ്ങൾ എടുത്തു പറഞ്ഞല്ലോ. ഇതിൻ്റെ നമ്മൾ ആത്മാഭിമാനം പണയപ്പെടുത്താതെ KM ഷാജി പറഞ്ഞതുപോലെ ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിജിയും ഉൾപ്പെടെയുള്ളവരെ മാറ്റി നിർത്താതെ, ചരിത്രം വളച്ചൊടിക്കാതെ, കാവ്യവൽക്കരണം നടപ്പിലാക്കാതെ PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കുവാണെങ്കിൽ നടപ്പിലാക്കും. അടുത്ത ബുധനാഴ്ച നിങ്ങളൊരു കാര്യം കൂടി കേട്ടോ. അടുത്ത ബുധനാഴ്ച N ശംസുവിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഉപസമിതി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കും. അതുവരെ ഒന്ന് കാത്തിരിക്കും. നിങ്ങൾ ന്യായീകരിക്കൂ എന്ന് പറഞ്ഞിട്ട് മുൻധാരണയോടുകൂടി സംസാരിക്കല്ലേ. ഇപ്പൊ ന്യായീകരിക്കേണ്ടത് നേരത്തെ ശിവൻകുട്ടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഞാൻ നിലപാട് മാറ്റിയെന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? ഓർമ്മയുണ്ടോ? ആദ്യം പറഞ്ഞു ഫണ്ടിന് വേണ്ടിയിട്ടാണെന്ന്, പിന്നെ പറഞ്ഞു കേന്ദ്രത്തിന് സമ്മർദ്ദമാണെന്ന്, പിന്നെ പറഞ്ഞു PM ശ്രീ നല്ല പദ്ധതിയാണെന്ന്. ഞങ്ങൾ മാറ്റി പറയുന്നില്ല, ഒരേ സ്റ്റാൻഡിലാണ്. PM ശ്രീ പദ്ധതിയിൽ കാവ്യവൽക്കരിക്കുന്ന രീതിയിൽ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗം നടപ്പിലാക്കില്ല. എന്നാൽ അത് കേരളീയ വിദ്യാഭ്യാസത്തിന് ഗുണകരമായ രീതിയിൽ ചരിത്രത്തെ വളച്ചൊടിക്കാതെ കാവ്യവൽക്കരണമില്ലാതെ നടപ്പിലാക്കും. നിങ്ങളത് കാത്തിരിക്കും. അതായത് കാവ്യവൽക്കരിക്കാത്ത നിലയിൽ വളരെ നല്ല നിലയ്ക്ക് PM ശ്രീ നടപ്പാക്കും. LDF-ന്റെ കാലത്തുള്ളത് പോലെ അല്ല എന്ന് പറയുന്നത്. ഹിസ് ഹൈനസ് അബ്ദുള്ള എന്നൊരു സിനിമയുണ്ട് ഷാക്കറെ. അതില് ഒരു കഥാപാത്രം ചോദിക്കുന്നുണ്ട്, ഏട്ടനെ വേദനിപ്പിക്കാണ്ട് കൊല്ലാൻ പറ്റുമോ എന്ന്. അതുകൊണ്ട് അതേപോലെ ഏട്ടനെ വേദനിപ്പിക്കാണ്ട് കൊല്ലുന്നത് പോലെ കാവ്യവൽക്കരിക്കാതെ PM ശ്രീ നടപ്പാക്കട്ടെ. കർണാടകയിൽ പരിശോധിച്ചോ? കർണാടകയിൽ 2022 BJP ഗവൺമെന്റ് ആണ് ഇത് നടപ്പിലാക്കുന്നത്. കേൾക്ക് 2023 സ്കൂൾ കൊടുക്കുന്നത് BJP ആണ്. എന്നാൽ കോൺഗ്രസ് ഗവൺമെന്റ് വന്നിട്ട് പാഠപുസ്തകങ്ങൾ മാറ്റി, ടിപ്പു സുൽത്താനെ പഠിപ്പിച്ചു, അവരുടെ കാവ്യവൽക്കരണ അജണ്ട എടുത്ത് തോട്ടിലെറിഞ്ഞു. മനസ്സിലാക്കി. സംസ്ഥാനങ്ങളുടെ പാഠപുസ്തകങ്ങൾ തീരുമാനിക്കുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ ബോർഡുകളാണെന്നും അവിടുത്തെ കരിക്കുലം തീരുമാനിക്കുന്നത് അതാത് സംസ്ഥാനങ്ങളാണെന്നും ഒക്കെ ഇത് എല്ലാവർക്കും നേരത്തെ അറിയാം. നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള നറേറ്റീവാണ് നേരത്തെ പറഞ്ഞ ഗാന്ധിജിയെയും നെഹ്റുവിനെയും മാറ്റി ഗോൾവാൾക്കറെയും വേറെ ആരണ്ടെയൊക്കെ വെക്കുമെന്നൊക്കെ. ആ പറഞ്ഞ കാര്യങ്ങൾ ഇതാ ഇപ്പൊ ഞങ്ങൾ വരുമ്പോ വേറെന്തോ സവിശേഷമാണ് എന്ന് പറയല്ലേ. പറഞ്ഞ കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്കാണ് ഇപ്പോ ജനങ്ങളോട് മറുപടി പറയേണ്ടി വന്ന കാര്യം. അല്ലാതെ ഈ സ്റ്റേറ്റുകൾക്ക് കരിക്കുലം നടപ്പാക്കുന്ന കാര്യത്തിൽ, പാഠപുസ്തകങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടാവും PM ശ്രീയിൽ നിന്ന് മുമ്പ് ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വരുമ്പോ പാഠപുസ്തകം ഒന്നും മാറ്റില്ല എന്ന് പറയുന്നതിൽ എന്ത് കഥയുള്ളത്? അതൊക്കെ ആളുകൾക്ക് മനസ്സിലാവും.